الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച സ്വഹീഹായ ഒരു ഹദീസിൽ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഭാഗത്ത് നമുക്കിങ്ങനെ ഒരു ചരിത്രം വായിക്കാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത്, ഖറജന ഫീ സഫരിൻ, ഞങ്ങളൊരു യാത്ര പുറപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിച്ച ഒരു സംഘമാണ്. അവരൊരു യാത്ര പുറപ്പെട്ടു. ആ യാത്രക്കിടയിൽ ഒരു മനുഷ്യന് ജനാബത്ത് ബാധിച്ചു. ഫഅസാബ റജുലൻ മിന്ന ഹജറുൻ, അദ്ദേഹത്തിന് ജനാബത്ത് ബാധിക്കുകയും ആ ജനാബത്ത് ബാധിച്ച മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അയാളുടെ തല ഒരു കല്ലുകൊണ്ടോ മറ്റോ മുറിവ് പറ്റിയിട്ടുണ്ട്. ശക്തമായ മുറിവാണ്. ആ മുറിവ് പറ്റിയ മനുഷ്യനാണ് ജനാബത്ത് ബാധിച്ചത്. അപ്പൊ അവരുടെ ഇടയിൽ ഒരു ചർച്ചയുണ്ടായി. സാധാരണ ജനാബത്ത് ബാധിച്ചാൽ അയാൾ നമസ്കാരം നിർവഹിക്കണമെങ്കിൽ ശുദ്ധി വരുത്തണം. ജനാബത്തുള്ളയാൾ കുളിച്ചാണ് ശുദ്ധി വരുത്തേണ്ടത്. ആ മനുഷ്യനാണെങ്കിൽ അയാളുടെ തലയിൽ ശക്തമായ മുറിവുണ്ട്. അപ്പൊ അദ്ദേഹം കൂടെയുള്ള ആളുകളോട് ചോദിച്ചു, എനിക്ക് വല്ല റുഖ്സയുമുണ്ടോ, എനിക്ക് വല്ല ഇളവുമുണ്ടോ? മനജിദുലക റുഖ്സതൻ, അവര് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്കൊരു ഇളവും കാണുന്നില്ല. കാരണം നിങ്ങൾ ജനാബത്തുകാരനാണ്. ജനാബത്ത് ബാധിച്ച ഒരാൾ ശുദ്ധി വരുത്തണമെങ്കിൽ അയാൾ കുളിക്കണം, എന്നിട്ടാണ് അയാൾ നമസ്കരിക്കേണ്ടത്. അങ്ങനെ ആ മനുഷ്യൻ അവരുടെ ഫത്വ കേട്ട് അദ്ദേഹം കുളിച്ചു. അദ്ദേഹം കുളിക്കുകയും ശേഷം നമസ്കരിക്കുകയും ചെയ്തു. പക്ഷെ കുളിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ മുറിവിലേക്ക് വെള്ളം ഇറങ്ങുകയും ആ മനുഷ്യൻ ആ മുറിവ് ഒരൽപ്പം
പ്രയാസത്തിലാവുകയും അത് കാരണം അയാൾ മരണപ്പെടുകയും ചെയ്തു. ഇതാണ് ചരിത്രം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തിൽ വാർത്തയെത്തി. ഒരാളിങ്ങനെ ഒരു ഫത്വ ചോദിച്ചു. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞു കുളിക്കൽ നിർബന്ധത പറഞ്ഞു. അയാൾ കുളിച്ചു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകന്റെ പ്രതികരണം എന്താ? റസൂലുള്ളാഹി പറഞ്ഞു, ഖതലൂഹു ഖതലഹുമുല്ലാഹ്, നിങ്ങൾ അയാളെ കൊന്നുകളഞ്ഞു. ഖതലഹുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെയും കൊല്ലട്ടെ, അള്ളാഹു നിങ്ങളെ ശപിക്കട്ടെ എന്ന രീതിയിൽ ഒരു പ്രയോഗം, ഒരു അറബി ഭാഷയിലെ പ്രയോഗമാണത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുകയുണ്ടായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല, നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യമല്ലേ, സഅലു ഇദാ ലം യഅലമു, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് മറുപടി കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയില്ലേ. ഫഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ, അറിവില്ലായ്മ എന്ന രോഗത്തിനുള്ള മരുന്ന് ചോദ്യമാണ്, ചോദിക്കലാണ്. അതല്ലാതെ നമുക്കറിയാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിക്കുന്നത്. നബി പറയുന്നത്, ജനാബത്ത് ബാധിച്ച ഒരു മനുഷ്യൻ, അയാൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എങ്കിൽ അയാൾക്ക് തയമം ചെയ്താൽ മതി. വെള്ളം കിട്ടാത്ത സാഹചര്യങ്ങളിൽ എന്താണ് ഒരാൾക്ക് നിയമമുള്ളത് അതേ കാര്യം അയാൾ ചെയ്താൽ മതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളുടെ ജീവിതത്തിൽ വളരെ ഗൗരവമായി, വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമാണിത്. എന്താണ് ഈ ചരിത്രത്തിന്റെ ആകെ പാഠം? എന്താണ്? ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ആ കാര്യം നമുക്കറിയില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രവർത്തിക്കണം. ഈ മനുഷ്യനെ അവരോട് ചോദിക്കുന്ന ചോദ്യം അതാണ്, എനിക്ക് എന്തെങ്കിലും റുഖ്സയുണ്ടോ, ഇളവുണ്ടോ? അയാൾക്കറിയില്ല. അയാൾ ജനാബത്ത് ബാധിച്ചു, കുളി നിർബന്ധമാണ്, എന്നാൽ കുളിച്ചാൽ പ്രശ്നമുണ്ട് എന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സത്യാവസ്ഥ, എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ അന്വേഷിച്ചു. ആ അന്വേഷണം നമ്മുടെ ഭാഗത്തുണ്ടാകണം. ഞാൻ ഈ ഹദീത്ത് ഈ ഖുതുബയുടെ ആമുഖത്തിൽ പറയാൻ കാരണം, ഏറെ പവിത്രതയുള്ള, ശ്രേഷ്ഠതയുള്ള ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. പുണ്യങ്ങളുടെ പൂക്കാലം എന്നൊക്കെ നമ്മൾ പറയും. ഒരുപാട് നന്മകൾ നേടിയെടുക്കാൻ സാധിക്കുന്ന മാസമാണ് റമദാൻ മാസം. അതുകൊണ്ട് തന്നെ റമദാനിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വേണം നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ മിമ്പറിലേക്ക് ഒരു സന്ദർഭത്തിൽ ഓടിക്കയറുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞത്, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടോ അതേപോലെ നിങ്ങൾ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം പഠിപ്പിച്ചു. അല്ലാഹു റസൂൽ മിമ്പറിൽ നിന്നാണ് സ്വഹാബികളെ നമസ്കാരം പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ സന്ദർഭത്തിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, മുആദ്, ഖുദു അന്നി മനാസികകും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കണം. എങ്ങനെയാ ഹജ്ജ് ചെയ്യേണ്ടത് എന്ന് എന്നെ നോക്കിക്കണ്ട് നിങ്ങൾ പഠിക്കണം. എന്താണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്? നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ തോന്നിയതുപോലെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇബാദത്തുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ മാർഗരേഖ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ എല്ലാ റമദാനുകളിലും കേൾക്കുന്ന ഒരു ഹദീസാണ്, റുബ്ബ സ്വഈമിൻ, എത്രയെത്ര നോമ്പുകാരുണ്ട്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ, അവരുടെ നോമ്പ് കൊണ്ട് വിശപ്പല്ലാതെ അവർക്കൊന്നും കിട്ടുന്നില്ല എന്നാണ്. ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ നോമ്പ് നോൽക്കുന്നുണ്ട്. ആ നോമ്പ് നോൽക്കുന്ന ആളുകളിൽ പല ആളുകളുടെയും നോമ്പ് കൊണ്ട് പട്ടിണി കിടക്കുന്നു എന്നതല്ലാതെ അവർക്ക് എന്തില്ല, വേറെ നേട്ടമൊന്നുമില്ല. വറുബ്ബ ഖായിമിൻ, എത്രയെത്ര എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്ന ആളുകളാണ്, ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, അവരുടെ ആ എഴുന്നേറ്റ് നിന്നുള്ള നമസ്കാരം കൊണ്ട് ക്ഷീണമല്ലാതെ അവർക്കൊന്നും കിട്ടുന്നില്ല എന്നാണ്. എന്താ ഈ ഹദീസ് പഠിപ്പിക്കുന്നത്? നോമ്പിനെ കുറിച്ച് പഠിക്കാതെ, മനസ്സിലാക്കാതെ, അതിന്റെ ആത്മാവ് ഉൾക്കൊള്ളാതെയാണ് നമ്മൾ നോമ്പ് നോൽക്കുന്നത് എങ്കിൽ ഒരു കാര്യമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടെ നമ്മൾ കാത്തിരിക്കുന്ന വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ റമദാനിന്റെ അഹ്കാമുകൾ, അതിന്റെ വിധികളൊക്കെ പഠിച്ച് മനസ്സിലാക്കി വേണം നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കാൻ. ഇൻഷാ അല്ലാഹ് ഈ ഖുതുബയിലും അടുത്ത ഖുതുബയിലും നമ്മൾ അതുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. എന്താണ് ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ? നോമ്പ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ പണ്ഡിതന്മാർ പറയാം, അസ്സൗമു ലുഗ അൽ ഇംസാഖ് എന്നാണ് അർത്ഥം, പിടിച്ചു വെക്കുക എന്നാണ്. നോമ്പിന് നമ്മൾ ഇംസാഖ് എന്നാണ് സാധാരണ അർത്ഥം പറയാം, പിടിച്ചു വെക്കുക. മഹദിയായ മറിയം ബീബിയുടെ ഒരു പ്രയോഗം വിശുദ്ധ ഖുർആനിലുണ്ട്, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയൻ. എന്താണ് പ്രയോഗം? മറിയം ബീബി അവര് പ്രസവിക്കുകയാണ്. ആ സമയത്ത് മറിയം ബീബിയോട് വന്നിട്ട് ആ നാട്ടിലുള്ള ആളുകൾ പറയുന്നത്, മറിയമേ, നീ എന്താ ഇങ്ങനെ ചെയ്തത്? നിന്റെ വാപ്പ നല്ലൊരു മനുഷ്യനാണല്ലോ,
നീ എന്താ ഈ ഒരു തോന്നിവാസം പ്രവർത്തിച്ചത് എന്നൊക്കെ പ്രതികരണം നടത്തിയപ്പോൾ അവര് പറഞ്ഞ വാചകമാണ്, പരമകാരുണ്യകന് വേണ്ടി ഞാനൊരു വ്രതം നേർന്നിരിക്കുകയാണ്. ഇന്നീ നദർതു ലിർറഹ്മാനി സൗമ. അവിടെ പ്രയോഗിച്ചത് എന്താ? സൗമ എന്നാണ്, സൗമി എന്നാണ്. എന്താണ് സൗമ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരാളോട് ഞാൻ മിണ്ടില്ല, എന്റെ സംസാരത്തെ ഞാൻ പിടിച്ചു വെക്കുകയാണെന്നാണ്. അപ്പൊ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പിടിച്ചു വെക്കലാണ്. പണ്ഡിതന്മാര് പറഞ്ഞു, ആ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അസ്സൗമു ശർഅൻ, മതപരമായി നോമ്പ് എന്ന് പറഞ്ഞാൽ അത്തഅബ്ബുദു ലില്ലാഹി സുബ്ഹാനഹു വ തആല ബിൽ ഇംസാകി അനിൽ അക്ലി വശുർബി വസായിരിൽ മുഫത്തിറാത്ത് മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്. അതാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. എന്താ നോമ്പ് എന്ന് പറഞ്ഞാൽ? പിടിച്ചു വെക്കലാണ്. എന്ത്? അനിൽ അക്ലി വശുർബ്, ഭക്ഷണപാനീയങ്ങൾ പിടിച്ചു വെക്കലാണ്. അതേപോലെ തന്നെ വസായിരിൽ മുഫത്തിറാത്ത്, നോമ്പിനെ ബാത്തിലാക്കുന്ന, നോമ്പിനെ മുറിച്ചു കളയുന്ന എല്ലാ കാര്യങ്ങളും പിടിച്ചു വെക്കലാണ്. എവിടെ മുതൽ? മിൻ തുലൂഇൽ ഫജ്ർ, ഫജ്റിന്റെ ആ സമയം മുതൽ ഇലാ ഗുറൂബി ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അപ്പൊ നോമ്പ് എന്ത് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായ മറുപടി എന്താ? പിടിച്ചു വെക്കലാണ്. എന്ത് പിടിച്ചു വെക്കൽ? ഭക്ഷണം, അതേപോലെ തന്നെ പാനീയം, ജിമാഅ്, ഭാര്യ ഭർത്തൃ ബന്ധം, എന്തൊക്കെ നോമ്പിനെ മുറിക്കുന്ന കാര്യം അതൊക്കെ പിടിച്ചു വെക്കണം. അതൊന്നും ചെയ്യാൻ പാടില്ല. എവിടെ മുതൽ എവിടെ വരെ? പ്രഭാതം മുതൽ പ്രദോഷം വരെ, ഫജ്ർ മുതൽ മഗ്രിബിന്റെ സമയം വരെ. അങ്ങനെയാണ് പണ്ഡിതന്മാര് നോമ്പിനെ നമുക്ക് നിർവചിച്ചു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഇസ്ലാമിൽ അല്ലാഹു ആദ്യം നിർബന്ധമാക്കിയ നോമ്പ് ആശൂറ നോമ്പായിരുന്നു. മുഹറം മാസത്തിൽ ആശൂറ നോമ്പാണ് ഇസ്ലാമിൽ ആദ്യം നിർബന്ധമാക്കിയ നോമ്പ്. പിന്നീട് ആ നിർബന്ധം എന്ന വിധി ദുർബലമാക്കുകയും റമദാനിലെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കുകയും ചെയ്തു. അപ്പൊ ഇസ്ലാമിൽ ആദ്യം നിർബന്ധം ആശൂറ നോമ്പായിരുന്നു. പിന്നീട് അത് റമദാനിലെ നോമ്പ് വന്നപ്പോൾ ആ നോമ്പ് നിർബന്ധമായി. ആശൂറ നോമ്പ് എന്ത് ചെയ്തു? സുന്നത്തായിരുന്നു. എന്നാൽ ഇസ്ലാമിൽ റമദാൻ മാസത്തിലെ നോമ്പ് തന്നെ അന്ന് എല്ലാവർക്കും നോൽക്കൽ നിർബന്ധമായിരുന്നില്ല. അന്ന് ചോയ്സ് ഉണ്ടായിരുന്നു. ഇസ്ലാമിലെ തുടക്ക കാലഘട്ടങ്ങളിൽ നോമ്പ് ആ നിയമമാക്കിയ കാലഘട്ടങ്ങളിൽ ചോയ്സ് ഉണ്ടായിരുന്നു. എന്താ ചോയ്സ്? ഇഷ്ടമുള്ള ആളുകൾക്ക് നോൽക്കാം, താല്പര്യമുള്ളവർക്ക് നോൽക്കാം, അല്ലാത്ത ആളുകൾ ഫിദിയ കൊടുത്താൽ മതി, പകരം കൊടുത്താൽ മതി. അവിടെ വേറെ ഷർത്തൊന്നുമില്ല, കണ്ടീഷനൊന്നുമില്ല. മനുഷ്യന്മാരിൽ ആർക്കൊക്കെയാണ് നോമ്പ് നോൽക്കേണ്ടത് അവർക്ക് നോൽക്കാം. ഇല്ലാത്ത ആളുകളോ അവര് ഫിദിയ കൊടുത്താൽ എന്ത് ചെയ്താൽ മതി? അവര് ആ നോമ്പിന് പകരം ഫിദിയ കൊടുത്താൽ മതി. എന്നാൽ നോമ്പ് എടുക്കലാണ് ഉത്തമമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ആയത്ത് ഇറങ്ങി. ഞാൻ ഓതി വെച്ച ആയത്ത് അടക്കമുള്ള ആയത്തുകൾ ഇറങ്ങി. എന്താ ആയത്ത്? ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫൽയസും. ആ മാസത്തിൽ ഹാജറുള്ളവൻ എന്ത് ചെയ്യണം? അവൻ നോമ്പ് നോൽക്കണമെന്ന അംറ്, വുജൂബിന്റെ കൽപ്പന വന്നു. അതോടുകൂടെ എന്തായി? ലോകത്ത് മുസ്ലിമായി ആരൊക്കെയുണ്ടോ അവർക്കെല്ലാവർക്കും നോമ്പ് നിർബന്ധമാണ്. ചില ആളുകൾക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ആയത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ വാചകം ഒന്ന്, ഇസ്ലാമിൽ അല്ലാഹു നിർബന്ധമാക്കിയ നോമ്പാണ് റമദാനിലെ നോമ്പ്. ആ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു പിടിച്ചു വെക്കലാണ്. ഭക്ഷണം, പാനീയം, ജിമാഅ് ഇതൊക്കെ പിടിച്ചു വെക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ പിടിച്ചു വെക്കുക എന്നതാണ് നോമ്പ് കൊണ്ട് എന്ത് ചെയ്യുമ്പോൾ അർത്ഥമാക്കുന്നത്. നോമ്പ് നിർബന്ധമാണ്. ആർക്ക് എന്നൊരു ചോദ്യമുണ്ട്. നോമ്പ് നിർബന്ധമാണ്. അല്ലാഹു പറഞ്ഞു, ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫൽയസും. ആരാണോ ആ മാസത്തിൽ ഹാജറുള്ളവൻ അവന് നോമ്പ് നിർബന്ധമാണ്. അപ്പൊ ഏതൊക്കെ ആളുകളാണ് നോമ്പ് നോൽക്കേണ്ടത്? ഒന്നാമത്തെ നിബന്ധന എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് നോമ്പ് നോൽക്കേണ്ടത്. അതിനർത്ഥം മുസ്ലിം അല്ലാത്തവരുടെ നോമ്പ് നോറ്റാൽ അയാൾ ശരിയാക്കണം എന്നാണോ? അല്ല, അയാൾക്ക് നോമ്പ് നോൽക്കുക, പക്ഷെ ആ നോമ്പെന്തല്ല, സ്വീകാര്യമല്ല. അപ്പൊ മുസ്ലിങ്ങളായ പല ആളുകളും, ഇപ്പൊ പല MLA മാരും മറ്റുള്ള പല പ്രമുഖരായ ആളുകൾ നോമ്പിന്റെ മഹത്വങ്ങൾ പറയാം, നോമ്പ് നോൽക്കാറുണ്ട്. അവർ നോറ്റോട്ടെ, നല്ല കാര്യം, നമ്മളതിനെ വിമർശിക്കാൻ പോകേണ്ട ആവശ്യമില്ല. എന്നാൽ ഇസ്ലാമിൽ നോമ്പ് ആർക്കാണ് നിർബന്ധം? നോമ്പ് നിർബന്ധമാകുന്നത് മുസ്ലിമായ ഒരു മനുഷ്യരാണ്. അതാണ് ഒന്നാമത്തെ ഷർത്ത്. രണ്ടാമത്തെ ഷർത്ത് പ്രായപൂർത്തി എത്തുക എന്നുള്ളതാണ്. പ്രായപൂർത്തി എത്തിയാലാണ് ചെയ്യേണ്ടത്? അയാൾ നോമ്പ് നോൽക്കണം. എന്താ പ്രായപൂർത്തി എത്തുക എന്ന് പറഞ്ഞാൽ 3 അടയാളങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സ്ഖലനം സംഭവിക്കുക എന്നുള്ളതാണ്. സ്ഖലനം സംഭവിച്ചാൽ അത് ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്ക് എന്തായി? പ്രായപൂർത്തി എത്തിയെന്ന് അതിന്റെ അർത്ഥം. രണ്ടാമത്തെ കാര്യം എന്താ? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മെൻസസ് പീരീഡിലേക്ക്, ഹൈദിലേക്ക് അവർ പ്രവേശിച്ചാൽ ആ പെണ്ണെന്തായി? പ്രായപൂർത്തി എത്തി. അതോടുകൂടെ അവൾ എന്ത് ചെയ്യണം? അവൾക്ക് ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും നിർബന്ധമായി. അതേപോലെ തന്നെ മൂന്നാമത്തെ അടയാളമായി പണ്ഡിതന്മാർ പറയാറുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചും സ്ത്രീകളെ സംബന്ധിച്ചും അവരുടെ കക്ഷങ്ങളിലും മുഖ്യഭാഗങ്ങളിലൊക്കെ രോമങ്ങൾ വന്നാൽ അത് ബുലൂഗിന്റെ പ്രായപൂർത്തി എത്തിയതിന്റെ അടയാളമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമതായി പണ്ഡിതന്മാർ പറയാം 15 വയസ്സായാലും ഇതൊന്നും സംഭവിച്ചില്ല, 15 വയസ്സായാലും അവരെന്തായി പരിഗണിക്കണം? പ്രായപൂർത്തി എത്തിയതായി പരിഗണിക്കണം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ പ്രായപൂർത്തി എത്തിയ ആൾക്കാർ എന്ത് ചെയ്യണം? അവര് നോമ്പ് നോൽക്കണം. മൂന്നാമത്തെ നോമ്പ് നിർബന്ധമായ ആളുകൾ ആരാ? അത് ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്, അഥവാ ഭ്രാന്തന്മാരിൽ നിന്ന് ഒഴിവാണ്. ഭ്രാന്തരായ ആളുകൾക്ക് എന്തല്ല നോമ്പ് നിർബന്ധമില്ല. നാലാമത്തെ കാര്യം, മുസാഫിറുകൾക്ക് നോമ്പ് നിർബന്ധമല്ല. ഒരാൾ യാത്ര ചെയ്യാൻ, അയാൾക്ക് നോമ്പ് നിർബന്ധം. യാത്രയിൽ നോമ്പ് ഒഴിവാക്കലാണ് പുണ്യം.
ഇസ്ലാമിന്റെ ഒരു എന്താ പറയാ, ഇസ്ലാമിന്റെ ഒരു ഏറ്റവും സുന്ദരമായ ഒരു മുഖമാണത്. യാത്രക്കാരൻ നോമ്പ് നോൽക്കേണ്ടതില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ പ്രയാസപ്പെടുത്താനുള്ള മതമല്ല. യാത്രക്കാരനാണോ അവൻ നോമ്പ് നോൽക്കേണ്ടതില്ല. ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫൽയസും എന്ന ആയത്തിൽ തന്നെ അല്ലാഹു അത് വിശദീകരിക്കുന്നു. അയ്യാമൻ മഅദൂദാത്ത് ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയായി, അപ്പൊ ഇതിനർത്ഥം എന്താ, രോഗികളാണെങ്കിൽ അവർ നോമ്പ് നോൽക്കേണ്ട. അതിൽ എങ്ങനെയുള്ള രോഗം വിശാലമായി വിശദീകരിക്കേണ്ടതുണ്ട്, ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. നോമ്പ് നോൽക്കാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതിയാണെങ്കിൽ അവൻ നോമ്പ് നിർബന്ധമല്ല, അവൻ നോമ്പ് നോൽക്കേണ്ടതില്ല. എന്നാൽ അവൻ എന്ത് ചെയ്യണം, അവൻ മറ്റൊരു ദിവസം ആ നോമ്പിനെ നോറ്റു വീട്ടേണ്ടതുണ്ട്. അപ്പൊ 5 വിഭാഗം ആളുകളെ നമ്മൾ പറഞ്ഞു. ഒന്ന്, മുസ്ലിം ആകണം, പ്രായപൂർത്തിയാകണം, ബുദ്ധി ഉണ്ടാകണം. അതേപോലെ തന്നെ യാത്രക്കാരനാകാൻ പാടില്ല. യാത്രക്കാരൻ നോമ്പ് നോൽക്കലാണ്, യാത്ര ചെയ്യുന്ന മനുഷ്യ നോമ്പ് ഒഴിവാക്കലാണ് പുണ്യം. 5-മത്തത് ആരോഗ്യം ഉണ്ടായിരിക്കണം, അവർക്കാണ് നോമ്പ് നിർബന്ധം. 6-മത്തത് ആർത്തവം, പ്രസവരക്തം എന്നീ 2 അശുദ്ധിയിൽ നിന്നും ശുദ്ധിയുള്ള ആളുകൾക്കാണ് നോമ്പ് നിർബന്ധം. ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള നിയമമാണ്. അവൾ മെൻസസ്സുകാരിയാണെങ്കിൽ അവൾ നോമ്പ് നോക്കാൻ പാടില്ല. അതിന്റെ ഫിഖഹിന്റെ ചർച്ചകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവൾ നോമ്പ് തുടങ്ങിയ ഫജ്റിനെ അത്താഴം കഴിച്ചു, ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് എന്താ മെൻസസ് ഉണ്ടായാൽ അന്നത്തെ നോമ്പ് അവരെന്ന് മുറിയും. എന്നാൽ അതിനു മുമ്പ് അവൾ ശുദ്ധിയുള്ളവളായാൽ ആ ദിവസം അവൾക്ക് എന്ത് ചെയ്യാം, നോമ്പ് നോൽക്കാമെന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാൻ പറ്റും. അപ്പൊ സഹോദരങ്ങളെ, നോമ്പ് അല്ലാഹു നിർബന്ധമാക്കി. ഞാൻ എണ്ണി പറഞ്ഞ 6 കൂട്ടം ആളുകൾ, ഈ 6 വിഭാഗം, മുസ്ലിമായി, പ്രായപൂർത്തിയെത്തി, ബുദ്ധിയുണ്ട്, യാത്രക്കാരനല്ല, ആരോഗ്യമുണ്ട്, ആർത്തവത്തിൽ നിന്നും അതേപോലെ തന്നെ പ്രസവത്തിൽ നിന്നും ഹൈലിൽ നിന്നും നിഫാസിൽ നിന്നും ശുദ്ധിയായ ഒരാളാണ് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം, അയാൾ നിർബന്ധമായിട്ട് നോമ്പ് നോൽക്കണം. ഇത് നമ്മൾ ഗൗരവത്തിൽ കാണണം. ഇത് പറയാൻ കാരണം എന്താ, ഇപ്പൊ കഴിഞ്ഞ റമദാൻ മാസത്തിലും അതിന് തൊട്ട് മുമ്പൊക്കെ നമുക്കൊക്കെ ഒരുപാട് ഫോൺ വരും. എന്താ ചോദ്യം എന്നറിയോ, എന്റെ ഭർത്താവ്, അയാൾക്കൊരു പ്രശ്നമല്ല, ആരോഗ്യമുള്ള ആളാണ്, നോമ്പ് നോക്കണില്ല, അപ്പൊ ഞാൻ അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് ഭാര്യമാർ വിളിച്ച് ചോദിക്കണം. നഅൂദുബില്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മുസ്ലിങ്ങളായ ആളുകൾ, എന്റെ ഭർത്താവ് നിസ്കരിക്കുന്ന, അതേപോലെ തന്നെ മുസ്ലിമാണ് എന്നറിയപ്പെടുന്ന, ആരോഗ്യമുള്ള, ഒരു കുഴപ്പം അയാൾക്കില്ല, പക്ഷെ അത് നോമ്പ് നോൽക്കില്ല. അപ്പൊ ഭാര്യയാകുന്ന ഞാൻ എന്റെ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ശർഈയായി, മതപരമായി ശരിയാണോ എന്ന് ചോദിക്കുന്ന ഭാര്യമാർ ഈ കാലഘട്ടത്തിൽ ഉണ്ട് എങ്കിൽ ഇത് നിസ്സാരമായ കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ എണ്ണിപ്പറഞ്ഞ 6 വിഭാഗം ആളുകൾ അവരാണ് എങ്കിൽ അവർക്ക് നോമ്പ് നിർബന്ധമാണ്. അവർക്കൊരു ഇളവില്ല. അതുകൊണ്ട് തന്നെ നോമ്പിന്റെ ഗൗരവം എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അടുത്തത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നോമ്പ് എപ്പോഴാണ് ആരംഭിക്കുന്നത്. പല ചർച്ചകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സഹോദരന്മാർ, ഒറ്റ വാചകത്തിൽ നമ്മൾ പറഞ്ഞാൽ, നോമ്പിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ, നോമ്പിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, മാസം ആരംഭിക്കുന്നത് ചന്ദ്രന്റെ പിറവിയുടെ അടിസ്ഥാനത്തിലാണ്. ഇസ്ലാമിൽ ഒരു മാസം തുടങ്ങുന്നത് ചന്ദ്രന്റെ പിറവിയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ 2 കാര്യങ്ങൾ സംഭവിച്ചാൽ അടുത്ത ദിവസം നോമ്പാണ്. 2 കാര്യങ്ങൾ സംഭവിച്ചാൽ, ഒന്നെന്താ, റുഅയത്തുൽ ഹിലാൽ എന്ന് പറയും, ചന്ദ്രനെ കാണാം. ചന്ദ്രനെ കണ്ടാൽ എന്ത് ചെയ്തു, നമ്മൾ നോമ്പ് നോൽക്കണം. ഉദാഹരണത്തിന് ഷാബാൻ 29-ന്റെ അന്ന്, ഷാബാൻ മാസമാണ്, ഷാബാൻ 29-ന്റെ അന്ന് മാസം കണ്ടു എന്ന അറിയിപ്പ് വിശ്വസ്തരായ ആളുകൾ നമ്മളെ അറിയിച്ചാൽ നമുക്ക് നോമ്പ് നോൽക്കാം. അതാണ് ഒന്നാമത്തത്. എപ്പോഴാണ് നോമ്പ് ആരംഭിക്കുക എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ്. അതേപോലെ രണ്ടാമത്തെ എന്താ, ഇത്മാമു ശഹ്രി ഷഅബാൻ 30 യൗമൻ, 30 ദിവസം ഷാബാൻ പൂർത്തിയാക്കുക. 29-ന്റെ അന്ന് മാസം കണ്ടില്ല എങ്കിൽ എന്താ, 30 പൂർത്തിയാക്കുക, തൊട്ടടുത്ത ദിവസം. അവിടെ മാസം കാണുന്നുള്ള ഷർത്തില്ല. 30 പൂർത്തിയായാൽ എന്താണ്, നമുക്ക് നോമ്പാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാസം നോമ്പ് ആരംഭിക്കേണ്ടത്. അതാണ് പണ്ഡിതന്മാർ. നമ്മുടെ നാട്ടില് വലിയ തർക്കങ്ങൾ ആ വിഷയത്തിലുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച്, സാധാരണക്കാരായ ആളുകൾ എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് നേതൃത്വം നൽകുന്ന, ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ട്, വ്യത്യസ്തമായ സംഘടനകൾ, പല ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെയാണ് എന്ത് ചെയ്യുന്നത്, ആ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കടപ്പുറത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്ത് പോയിട്ടോ മാസം നോക്കി അത് കണക്കാക്കി ഉണ്ടോ എന്ന് ഉറപ്പിക്കാനുള്ള സാഹചര്യമില്ല. അതിനാണ് നമ്മുടെ നേതൃത്വം എന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ആ വിഷയത്തിൽ മുമ്പൊന്നുമില്ലാത്ത വിധം ഒരു ഐക്യമുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അത് മുസ്ലിം ഉമ്മത്ത് കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ, ആശയപരമായ വിഷയത്തിൽ പല തർക്കങ്ങളും ഉണ്ട് എങ്കിലും ആ തർക്കങ്ങൾക്കിടയിലും യോജിക്കാൻ പറ്റുന്ന മേഖലകളിൽ മുസ്ലിം ഉമ്മത്ത് യോജിക്കണം.
മുസ്ലിം ഉമ്മത്ത് യോജിക്കണം. അതുകൊണ്ട് തന്നെ അത്തരമൊരു ഐക്യം, അത്തരമൊരു ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യം. പക്ഷെ നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു റസൂൽ പറഞ്ഞില്ല, നിങ്ങൾ നോമ്പ് നോൽക്കാൻ പാടില്ല ഏതുവരെ? മാസം കാണുന്നത് വരെ. നിങ്ങൾ നോമ്പ് മുറിക്കാൻ പാടില്ല ഏതുവരെ? മാസം കാണുന്നത് വരെ. അപ്പൊ മാസം കാണുക എന്നതാണ് അടിസ്ഥാനം. മാസം കാണുക, കണക്കല്ല അടിസ്ഥാനം. മാസം കാണുക എന്നുള്ളതാണ് അടിസ്ഥാനം. നബി പറഞ്ഞു, മാസം കാണാതെ മേഘം കാരണോ മറ്റോ മൂടപ്പെട്ടാൽ, മാസം കാണുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ 30 പൂർത്തിയാക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേ നബി പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? സംശയമുള്ള ദിവസങ്ങൾ നോമ്പ് നോക്കാൻ പാടില്ല. ആകാൻ സാധ്യത ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പാടില്ല നോമ്പ് നോൽക്കാൻ പാടില്ല. സംശയ ദിവസത്തിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത് ഒഴിവാക്കേണ്ട കാര്യം. നബി പറഞ്ഞത്, സംശയമുള്ള ദിവസം നോമ്പ് നോൽക്കുന്ന മനുഷ്യൻ അവൻ അബുൽ ഖാസിമിനെ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരാകരിച്ചവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ നോമ്പ് ആരംഭിക്കണം? ഇസ്ലാമിൽ അതിന് കൃത്യമായ നിയമങ്ങളുണ്ട്. അങ്ങനെ ഒരു റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ, ഒരു റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകിയാൽ, പിന്നെ നമ്മുടെ മേൽ നിർബന്ധം എന്താ? നമ്മളെല്ലാവരും നോമ്പ് നോൽക്കണം. അപ്പൊ നോമ്പുമായി ബന്ധപ്പെട്ട് നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ ആദ്യം നമ്മൾ പഠിക്കേണ്ട നോമ്പിന്റെ നിയ്യത്താണ്. ഏതൊരു അമലിനും ഇസ്ലാമിൽ എന്തുണ്ട്? നിയ്യത്തുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, നിയ്യത്തില്ലാതെ ഒരു കർമ്മം സ്വീകരിക്കൂല. അത് നോമ്പല്ല, ഏത് കർമ്മമാകട്ടെ അതിനെന്ത് വേണം? അതിന് നിയ്യത്ത് വേണം. അത് നിയ്യത്തില്ലാതെ സ്വീകരിക്കുന്നമല്ല അമാലു ബിന്നിയ്യ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവർത്തനങ്ങളുടെ അസ്ലല്ല ഉദ്ദേശത്തിനനുസരിച്ചാണ് അല്ലാഹു കർമ്മങ്ങൾ സ്വീകരിക്കുക. അതുകൊണ്ട് നോമ്പിന് നിയ്യത്ത് വേണം. എങ്ങനെ നിയ്യത്ത്? എങ്ങനെയാണ്? എപ്പോഴാണ് നിയ്യത്ത് വെക്കേണ്ടത്? നിയ്യത്തിന് എന്തെങ്കിലും പദങ്ങളുണ്ടോ? ഫാത്തിഹ എങ്ങനെ ഓതണമെന്ന് ചോദിച്ചാൽ തെളിവുണ്ട് ഖുർആനിൽ. അല്ലേ? സുജൂദിൽ എന്ത് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ തെളിവുണ്ട് ഖുർആനിൽ. എന്നാൽ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കാണ്, മല്ലം യുബയ്യിതി സിയാമ ഫലാ സിയാമ ലഹു. എന്താ അവർ പറയുന്നത്? ഒരാള് നോമ്പിന് നിയ്യത്ത് വെച്ചിട്ടില്ല എങ്കിൽ, നിയ്യത്തില്ല എങ്കിൽ അവൻ എന്തില്ല? നോമ്പില്ല എന്നാണ്. അവന് നോമ്പില്ല. പക്ഷെ നിയ്യത്തിന് എന്തെങ്കിലും ലഫ്ളുകളുണ്ടോ? പദങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, പദങ്ങളുണ്ട് എങ്കിൽ ഹദീസിൽ കാണണം. സുജൂദിലെ പ്രാർത്ഥന എന്താണ്? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് ഹദീസിലുണ്ട്. റുക്കൂഇൽ എന്ത് പ്രാർത്ഥിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് ഹദീസിലുണ്ട്. ഏതൊരു കാര്യം, ഒരു മയ്യത്തിന്റെ സമീപത്ത് നമസ്കാരത്തിന്റെ രൂപം എന്താണ്? അതിന്റെ പ്രാർത്ഥന എന്താണ്? പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നബി എന്താ പറഞ്ഞത്? നിയ്യത്ത് വേണമെന്ന് പറഞ്ഞു. എപ്പോൾ വേണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ലാ സിയാമ ലിമൻ ലം യുജ്മിഅ ഖബ്ല അൽ ഫജ്ർ. ഫജ്റിന്റെ മുമ്പ് നിയ്യത്തില്ലാത്തവന് നോമ്പില്ല എന്നാണ്. അപ്പോൾ രണ്ട് കാര്യം കിട്ടി. ഒന്ന് നിയ്യത്ത് വേണമെന്ന് കിട്ടി, അത് ഫജ്റിന്റെ മുമ്പാകണം. നിയ്യത്ത് ഫജ്റിന്റെ മുമ്പാകണം. അവിടെയൊന്നും ലഫ്ളുകളില്ല, പദങ്ങളില്ല. ചില ആൾക്കാർ നിയ്യത്ത് ഇന്നി പിന്നെ നബൈതു സൗമ ഗദിൻ എന്ന് പറഞ്ഞ് നിയ്യത്ത് വെക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ആ വാചകത്തെ പറയാൻ കാരണം, അത്തരം ഒരു വാചകം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശോധിച്ചോളൂ നിങ്ങൾ. നമുക്ക് സാധ്യമായ മേഖലയിലൂടെ നമ്മൾ പരിശോധിച്ചാൽ എവിടെയും നമുക്ക് അത്തരത്തിലുള്ള പ്രയോഗങ്ങളെ നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ നിയ്യത്ത് വേണം. എന്താണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ? എന്താ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ? ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, നമ്മൾ ഏതൊരു അമല് ചെയ്യുമ്പോഴും ആ അമല് ചെയ്യുകയാണ് എന്ന കരുതലിലാണ്. നബ എന്ന് പറഞ്ഞാൽ കരുതി എന്നർത്ഥം, പറഞ്ഞു എന്നല്ല. നബൈതു, നബ എന്ന് പറഞ്ഞാൽ കരുതുക എന്നാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതലാണ്. അതിന്റെ സ്ഥാനം എവിടെയാ? ഖൽബാണ്, മനസ്സാണ്, ഹൃദയമാണ്. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? നാവ് കൊണ്ട് ഉച്ചരിക്കാൻ പാടില്ല. നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ടത് എവിടെ മാത്രമാണെന്നറിയാം? ഹജ്ജിന്റെയും ഉംറയുടെയും നിയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ്? നിയ്യത്തില്ലാതെ ഒരു കർമ്മം സ്വീകരിക്കൂല. നോമ്പിന് നിയ്യത്ത് അനിവാര്യമാണ്. ആ നിയ്യത്ത് എപ്പോഴാണ്? ഫജ്റിന്റെ മുമ്പാണ് വേണ്ടത്. ഫജ്റിന്റെ മുമ്പാണ് നിയ്യത്ത് വെക്കേണ്ടത്. ആ നിയ്യത്ത് നാവ് കൊണ്ട് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സിൽ ഞാൻ നോമ്പ് നോൽക്കുകയാണ് എന്ന ഉദ്ദേശം ഉണ്ടാകലാണ്. അതുകൊണ്ട് തന്നെ ഈ റമദാൻ മാസത്തിലെ നോമ്പ് ഒന്നും നഷ്ടപ്പെടാതെ, അതിൽ ഒരു നോമ്പ് പോലും പോകാതെ പൂർണ്ണമായ നിയ്യത്തോടു കൂടെ എന്ത് ചെയ്യുക? നോമ്പ് നോൽക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം علم الإنسان ما لم يعلم والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ما بعد. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാനിൽ നമ്മൾ പ്രവേശിച്ചാൽ
നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിയ്യത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം നമ്മൾ ചേർത്ത് പഠിക്കേണ്ട കാര്യമാണ് നമ്മുടെ നോമ്പിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ. നമ്മുടെ നോമ്പിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ പണ്ഡിതന്മാര് നമുക്ക് എണ്ണി പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. 7ഓളം കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ പലതും നമുക്ക് അറിയാവുന്നതാണ്, എന്നാൽ അബദ്ധങ്ങൾ പലരും സംഭവിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ 7 കാര്യങ്ങൾ ഞാനത് പെട്ടെന്ന് എണ്ണി പറഞ്ഞു പോകാം. ഒന്നാമത്തെ കാര്യം, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ളത് ജിമാ ആണ്. ജിമാ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധം എന്നാണ് അതിന്റെ അർത്ഥം. ശാരീരികമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് നോമ്പിനെ മുറിക്കുന്ന കാര്യമാണ്. എപ്പോൾ? റമദാനിന്റെ പകലുകളിൽ. എന്തുകൊണ്ട് ഇത് ഗൗരവമുള്ള വിഷയമായി? റമദാനിന്റെ പകൽ സമയത്ത് ഭാര്യ ഭർത്തൃ ബന്ധം നടന്നാൽ അത് നോമ്പ് മുറിക്കും. മാത്രമല്ല, അയാൾ 2 മാസക്കാലം തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കണം. അതിന്റെ പ്രായശ്ചിത്തതാണ്. 2 മാസക്കാലം തുടർച്ചയായിട്ട് എന്തെങ്കിലും നോമ്പ് നോൽക്കണം. നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവമുള്ള വിഷയമാണത്. ഈ കാര്യത്തിൽ പോലും ശ്രദ്ധയില്ലാത്ത ആളുകളുണ്ട്. ഒരുപക്ഷെ അറിവില്ലായ്മയായിരിക്കാം, മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ജുമാകളിൽ നമ്മൾ ഇത് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളോട് ആളുകൾ ചോദിക്കണം, ഇങ്ങനെ സംഭവിച്ചു പോയി എന്താ കാട്ടുക? 2 മാസം നോമ്പ് നോക്കണല്ലേ? 2 മാസം നോമ്പ് നോൽക്കുക എന്നുള്ള ഇസ്ലാമിന്റെ നിയമമാണ്. അതുകൊണ്ട് തന്നെ ജിമാ സംഭവിച്ചാൽ, റമദാനിന്റെ പകലുകളിൽ ജിമാ സംഭവിച്ചാൽ അവന്റെ നോമ്പ് മുറിയും. റമദാൻ മാസത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധം പാടുണ്ട്. എപ്പോഴാണ്? രാത്രിയിലാണ്. അവർ നിങ്ങൾക്കും നിങ്ങൾ അവർക്കും വസ്ത്രമാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ആയത്തിൽ അള്ളാഹു കൃത്യമായി പറയുന്നുണ്ട്, രാത്രി കാലഘട്ടങ്ങളിൽ നമുക്ക് നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഭർത്താക്കന്മാർ അനുവദനീയരാണ്. അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. എന്നാൽ പകലിൽ അത് ജിമാ, അത് നിഷിദ്ധമാണ്, പാടില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തത്, സ്വയംഭോഗത്തിലൂടെ സ്ഖലനം സംഭവിക്കുക, ശുക്ലം പുറത്തു വരിക എന്നുള്ളത് നോമ്പിനെ മുറിക്കുന്ന കാര്യമാണ്. ഒന്ന്, സ്വയംഭോഗം ഹറാമാണ്, നിഷിദ്ധമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ 23-ാമത്തെ ആയത്തിൽ വിജയം വരിക്കുന്ന വിശ്വാസികളുടെ ഗുണങ്ങൾ എണ്ണി പറയുമ്പോൾ അല്ലാഹു പഠിപ്പിക്കുന്നത് അവരവരുടെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കുന്നവരാണെന്നാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാറ്, സ്വയംഭോഗം നടത്തുന്നത് നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഒന്നടങ്കം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സ്വയംഭോഗം നടത്തുന്നത് അത് നോമ്പിനെ തീയും മുറിച്ചു കളയുന്ന കാര്യമാണ്. മൂന്നാമത്തത്, ഭക്ഷണം കഴിക്കലാണ്, വെള്ളം കുടിക്കലാണ്. പറയേണ്ട ആവശ്യമില്ല, അത് സംഭവിച്ചാൽ എന്ത് ചെയ്യും? നോമ്പ് മുറിയും. എന്നാൽ മറന്നുകൊണ്ട് ഒരാൾ ഭക്ഷണം കഴിച്ചാൽ അതിന്റെ പേരിൽ അയാളുടെ നോമ്പ് എന്ത് ചെയ്യൂല? മുറിയില്ല. അയാൾക്ക് ഓർമ്മ വന്ന സമയത്ത് എന്ത് ചെയ്യണം? അയാൾ നിർത്തണം, വായിലുള്ളത് അയാൾ കളയണം. എന്നിട്ട് അയാൾക്ക് നോമ്പന്തിയ പൂർത്തീകരിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മനഃപൂർവ്വം ഒരാൾ ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു എങ്കിൽ അയാളുടെ നോമ്പ് മുറിയുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതേപോലെ തന്നെ ഭക്ഷണപാനീയങ്ങളുടെ പദവിയിലുള്ള കാര്യങ്ങൾ, ഉദാഹരണത്തിന് ശരീരത്തിന് പോഷണം നൽകുന്ന ഗ്ലൂക്കോസ് പോലെയുള്ള മരുന്നുകൾ കയറ്റുന്നത് എന്ത് ചെയ്യും? നോമ്പിനെ ബാധിക്കുന്ന കാര്യമാണ്. ശരീരത്തിന് പോഷണം നൽകുക എന്ന് അടിവരയിട്ട് മനസ്സിലാക്കണം. അങ്ങനെയുള്ള മരുന്നുകളാണ് എന്ത് ചെയ്യുക? ഒരാളുടെ നോമ്പിനെ ബാധിക്കുക. അപ്പൊ നമ്മൾ ഒരു വാക്സിൻ എടുക്കുന്നു. നമ്മൾ കൊറോണ കാലമൊക്കെ കഴിഞ്ഞു, അള്ളാഹുവിന്റെ തൗഫീഖിനാൽ അതൊക്കെ നേരിട്ട ആൾക്കാരാണ്. അപ്പോൾ ഒരു റമദാൻ മാസം വീടുകളിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞ ആൾക്കാരാണ് നമ്മൾ. അന്ന് പലരുടെയും സംശയം വാക്സിൻ എടുക്കണം. വാക്സിൻ എടുത്തതിന് പേര് എന്ത് ചെയ്യണം? നോമ്പ് മുറിയില്ല. മനസ്സിലായി? അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. ഭക്ഷണപാനീയങ്ങളുടെ പദവിയിലുള്ള കാര്യങ്ങൾ, ശരീരത്തിന് പോഷണം നൽകുന്ന ട്രിപ്പുകൾ, അതൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് വയറിലേക്ക് നേരിട്ടെത്തുന്നില്ല എങ്കിലും അത് നോമ്പിനെ ബാധിക്കുന്ന കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. 8ാമത്തെ, ഹിജാമ എന്ന സുന്നത്തായ ഒരു കാര്യമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ് ഹിജാമ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിലെ മോശമായ രക്തത്തെ പുറത്തു കളയാം. ആ ഒരു ട്രീറ്റ്മെന്റ്, അതൊരു ചികിത്സാ രീതിയാണ്. എന്നാൽ നോമ്പുകാരനായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? അത് ചെയ്യാൻ പാടില്ല എന്നത് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. 6ാമത്തെ കാര്യം, അറിഞ്ഞുകൊണ്ട് ഛർദ്ദിക്കുക. നോമ്പുകാരനായി അറിഞ്ഞുകൊണ്ട് ഛർദ്ദിക്കുക എന്നുള്ളത് അയാളുടെ നോമ്പിനെ ബാധിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് ആർത്തവകാരിയായി അല്ലെങ്കിൽ പ്രസവരക്തക്കാരി നിഫാസുള്ള പെണ്ണായാൽ അത് അവരുടെ നോമ്പിനെ ബാധിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ്. ഇനിയും മറ്റുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്ന ഖുത്ബകളിൽ നമുക്കത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, റമദാനിനെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ അറിഞ്ഞു നോൽക്കണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ല റമദാൻ വരാൻ പോകുന്ന റമദാൻ ആകണം. അതിന് പദ്ധതി ഉണ്ടാകും, നമുക്ക് പ്ലാനുകൾ ഉണ്ടാകാം. റമദാനിലെ സമയത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് കൃത്യമായി പഠിച്ചു വേണം നമ്മൾ റമദാനെ സ്വീകരിക്കാൻ. ആ ഒരു തലത്തിലേക്ക് എന്ത് ചെയ്യുക? നമ്മൾ ഉയർന്നു വരണം. ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച നമ്മുടെ പള്ളിയിൽ വൈകുന്നേര സമയത്ത് മഗ്‌രിബിന് ശേഷം റമദാനിനെ കുറിച്ചുള്ള ഒരു പഠന ക്ലാസ് കൂടെ നമ്മൾ നടത്തുന്നുണ്ട്.
സാധിക്കുന്ന മുഴുവൻ ആളുകളും ആ ക്ലാസ്സിൽ പങ്കെടുക്കും. റമദാനിന്റെ മഹത്വവും പ്രാധാന്യം നമ്മൾ പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ആ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരം കാര്യങ്ങൾ പഠിക്കാൻ അവസരം ഉണ്ടാകും. അതെല്ലാവരും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നാളെ ശനിയാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പഠനാർഹമായ ക്ലാസ് നടക്കണം. ബഹുമാന്യനായ ഷമീർ മദീനി ഹഫിദഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ പഠന ക്ലാസ് നമുക്ക് സംശയം ചോദിക്കാനുള്ള അവസരം. സക്കാത്ത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അത് പഠിക്കാൻ കിട്ടുന്ന ആ സന്ദർഭത്തിൽ അത് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും പ്രാപ്തനായ പണ്ഡിതനുമാണ് ഷമീർ മദീനി ഹഫിദഹുല്ലാഹ്. ആ ക്ലാസ്സിലും സാധിക്കുന്ന ആളുകൾ പങ്കെടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അവന്റെ ദീനുമായി ബന്ധപ്പെടാനും ദീനിൽ തന്നെ ജീവിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുമുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വരാൻ പോകുന്ന റമദാനിനെ സ്വീകരിക്കാനും റമദാനിലെ നോമ്പുകൾ പൂർണ്ണമായി നോൽക്കാനും സൽക്കർമ്മങ്ങൾ കൊണ്ട് റമദാനെ ധന്യമാക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുടെ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതികളുടെ അല്ലാഹു സ്വാലിഹുകളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.